ഗൈസ് ആരും പേടിക്കണ്ട. ആ സംഭവം എന്താന്ന് വെച്ചാല് നമ്മളെ ലാവക്കുട്ടൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലാവ മുഴുവനായിട്ട് പുറത്തു വരുന്നതിനുൾപ്പെടെ നമ്മൾ എസ്കേപ്പ് ആകണം. ഇല്ലെങ്കിൽ നമ്മള് പ്രോ പ്ലെയർ അൽഫാം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടേണ്ടി വരും. തുടക്കം തന്നെ നമ്മൾ ഇത് എവിടുന്നാണ് എണീക്കണത് ഗൈസ്? എടാ ഇത് നമ്മുടെ ലപ്പാപ്പന്റെ കട്ടിലല്ലേ? അതെ 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 ഗൈസ്, നമ്മളെ ലപ്പാപ്പന്റെ കട്ടിൽ നിന്നാണ് എണീച്ചിട്ടുള്ളത്. പെട്ടെന്ന് നമ്മൾ എസ്കേപ്പ് ആയിട്ടില്ലെങ്കിൽ നമ്മളെ പണി വാളും. എന്താന്ന് വെച്ചാൽ ഇതിൽ ലാവയൊക്കെ വരും കേട്ടോ അടിയിന്ന്. അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് എസ്കേപ്പ് കാണാം. ഓക്കെ, കാർ ബാറ്ററി കിട്ടി. ഓക്കെ ഗൈസ്, കാർ ബാറ്ററി കിട്ടിയോണ്ട് നമുക്ക് കാർ എസ്കേപ്പ് തന്നെ ചെയ്യാം. അതൊക്കെ അത്രയിലും. സോ ഇവിടെ നിന്ന് എന്തെങ്കിലും നമ്മളെ സാധാരണ കിട്ടുന്ന കണക്ക് നമ്മളെ ഒരു കട്ടിംഗ് പ്ലെയർ ഉണ്ട് കേട്ടാ. കട്ടിംഗ് പ്ലെയർ എന്താണ്? അത് വേണ്ട വേണ്ട, അറബിയൊക്കെ പറയുന്ന എന്ത് തള്ളയാണിത്? എടാ ഈ തള്ള നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ കാണിച്ചതാട്ടാ. എടാ ചെറുക്ക, നീ കമ്പ്യൂട്ടറൊക്കെ എടുത്തിന്നൊക്കെ പറയുന്നുണ്ടായിനല്ല. അവിടെ നിൽക്കത് രമ്മച്ച് കുറച്ച് ബിസിയെല്ലാം ചോദിക്കട്ടെ. Lava is gonna race soon. എന്ന് വെച്ചാൽ ലാവ അരിയും കൊണ്ട് വരുന്നില്ല, ലാവ വരാൻ ആരംഭിച്ചിരിക്കുന്നു. തുടക്കം തന്നെ അടിയിട്ടുകൊണ്ട് എനിക്ക് ഗെയിം പ്ലേക്ക് ഉസാറായിരിക്കും. അതൊക്കെ അത്രയിലും. സോ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ അടുത്തേക്ക് അങ്ങ് പോവാടേ. നമുക്ക് എന്തൊക്കെ സാധനം വേണം കാർ എസ്കേപ്പിന്? പെഡ്ലോക്കി ആൻഡ് മാസ്റ്റർ കീ. പിന്നെ മാസ്റ്റർ കീ എന്തിനാണ്? മാസ്റ്റർ കീ ഒന്നും വേണ്ട. എടാ എനിക്ക് തലക്കിട്ട് അടി കിട്ടിയോണ്ട് ഒന്ന് എന്തൊക്കെയോ പറയുന്നു ഞാൻ. ലമ്മച്ചി ടീമിന്ന് ഫസ്റ്റ് തന്നെ ഒരു അടി കിട്ടിയില്ലേ? അതാ സംഭവം എന്ന് തോന്നുന്നു. അതാ പിന്നെയും വരുന്നത് രണ്ടാമത്തെ അടി തരാൻ. ഹലോ ലമ്മച്ചി, ഇമാതിരി ലാവനെ സാധനം ഒന്നും ഇട്ട് നടക്കുന്നിട്ട് ഒന്നും പറ്റുന്നില്ല ഡീന്. ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടാ പുള്ളിക്കൻ. ഗൈസ് അത് നിങ്ങൾ കണ്ടായിരുന്നു ഇപ്പൊ? അതാണ്ടാ ഒരു മിന്നാമിനിങ്ങണക്കെ. ഇതൊക്കെ ഇല്ല നമ്മളെ ലാവയുടെ സംഭവങ്ങളാണ്. നമ്മൾ ഔട്ടാകും തോറും പെട്ടെന്ന് പെട്ടെന്ന് ലാവ മേലേക്ക് വരും. അയ്യോ ഡേന്ന് ഫസ്റ്റ് തന്നെ ലാവ മുങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു കാർ എസ്കേപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലമല്ലേ മുങ്ങല്? അതെ, എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഈ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് എസ്കേപ്പ് ആവേണ്ട സമയത്ത് ഇവിടെ ലാവ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഗൈസ്? ഐ ഡോണ്ട് നോ. മിക്കവാറും നമ്മൾ പെടുന്ന ഒന്ന്, ഇല്ലെങ്കിൽ ഡോർ എസ്കേപ്പിൽ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, എന്താ കയ്യിൽ കിട്ടുന്നത് അതൊക്കെ എടുക്ക, അതാ നല്ലതെന്നാ തോന്നുന്നു. അതാ 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 എന്താണ് ഇത്? ഭൂമിയിൽ ഗൈസ് ആരും പേടിക്കണ്ട. ആ സംഭവം എന്താന്ന് വെച്ചാല് നമ്മളെ ലാവക്കുട്ടൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലാവ മുഴുവനായിട്ട് പുറത്തു വരുന്നതിനുൾപ്പെടെ നമ്മൾ എസ്കേപ്പ് ആകണം. ഇല്ലെങ്കിൽ നമ്മളെ പ്രോ പ്ലെയർ അൽഫാം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടേണ്ടി വരും. അതായത് അൽഫാം അടിച്ചാണിക്കാവുന്നത്. ഓക്കെ ഗൈസ്, ഒന്നാം നമ്പർ കേട്ടാ. എടാ മറ്റേ സെൽദിലമ്മച്ചി ഇതിൻ്റെ അകത്ത് ഇല്ലടേ. ആർക്കറിയാം ഈ ഒരു ഗെയിമിൽ സെൽദിലമ്മച്ചി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവുമായിരിക്കും. നമ്മുടെ കയ്യിൽ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനമാണിത്? ഇതിന്റെ പേര് മറന്നുപോയി. എന്താണ്? ഓക്കെ, നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഗൈസ്. അല്ല, വീണ്ടും ലാവ ഈസ് ഗോയിങ് സൂൺ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതാണ്ടാ തീപ്പൊരിയെല്ലാം മേലേക്ക് വരാൻ തുടങ്ങി. പെട്ടെന്ന് എസ്കേപ്പ് ആകണം, ഇല്ലെങ്കിൽ നമ്മൾ കരിഞ്ചു പോവും ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. ആദ്യം ഇത് കൊണ്ടുപോയിട്ട് അയ്യോ ഇതെന്താണ്? ഓ മൈ ഗോഡ്, ഓടിയാ എന്താ സംഭവിച്ചേ? എടാ ലാവ എവിടെ ഒക്കെ ഉറഞ്ഞാ? സോ നമ്മുടെ കയ്യിൽ സുഭാഷിന്റെ താക്കോല് കിട്ടി. ഐ മീൻ മറ്റെന്താടാ സ്പെഷ്യൽ കീ. ഈ കീ ഇട്ട് നമുക്ക് സുഭാഷിന്റെ റൂം തുറക്കാൻ പറ്റും. അയ്യോ തേണ്ട വരുന്നത് എന്തൊരിത് സ്വർണ്ണ കളർ തള്ള. ഇത് ലാവയൊന്നുമല്ല, ഇത് വേറെന്തോ എന്നോ വന്നിട്ടാ. ഇനി ലൂസ് മോഷനായിട്ട് പിടിച്ചിട്ട് മേത്ത് വരുത്തി വെച്ചായിരിക്കുവാ, ആർക്കറിയാം. ഓക്കെ രമ്മച്ചി, ഞാൻ മുകളിൽ പോയി സുഭാഷിന്റെ റൂമിന്റെ അടുത്ത് കാത്തിക്കട്ടെ, അങ്ങോട്ടേക്ക് വന്നാൽ മതി. ഓക്കെ, നമുക്ക് ആ പെണ്ണുങ്ങളെ പറ്റിക്കട്ടെ. നമുക്കിത് തുറന്നിട്ട് അവിടെ എവിടെയും പോയിട്ട് വിളിക്കാം. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരൂലേ? മേലേക്ക് തന്നെ പോകാന്നാ വന്നു. കുഴപ്പമൊന്നുമില്ല ഗൈസ്. മോനെ സുഭാഷ്. ഓക്കെ ഇപ്പൊ പോണ്ട. ആവേശം കൊണ്ട് പോയിക്കാൻ പിടിച്ച എന്തായാലും കടിക്കും. അതുകൊണ്ട് ഗണ്ണൊക്കെ സെറ്റായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഗൈസ്. നിങ്ങൾ ഇതൊരു ലൈക്ക് അടിച്ചിട്ടാണ് എനിക്കറിയാം. ലൈക്ക് അടിക്കാണ്ട് തൊള്ളിയും തുറന്നിട്ട് നോക്കുന്നവരൊക്കെ ലൈക്ക് അടിക്കുക. അതെന്താ കിരീട താഴെ പോയത്? അയ്യോ താണ്ടേ വരുന്നത്. ഓക്കെ ലെറ്റ്സ് ഗോ. ഇലമ്മച്ച് സീനടേ. സ്വർണ്ണ കളറിലെ ട്രാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്. പക്ഷെ കാണാൻ രസമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരു വെറൈറ്റി അല്ലേ? നമ്മളെപ്പോഴും അയ്യോ പിന്നെ ലാവ. ഓളിയോ ലാവ 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 ലാവ. മൽഗോവയാണോ മാങ്ങാത്തലിയാണോ എല്ലാം കരിഞ്ഞു പോകുമ്പോ മനസ്സിലായിക്കോളും. പൊട്ടച്ചോന് ഇതെന്താ ഇത്? അണക്കെട്ടിലെ ഷട്ടർ തുറന്നിട്ട് അണക്കല്ല വെള്ളം വരുന്നത്. ഐ മീൻ ലാവ. പുള്ളിക്കാറ്റ് മേലെന്ന് ICU എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ സൗണ്ട് ആക്കിയാലോ ലാവയുടെ ഉള്ളില്? അപ്പൊ ലമ്മിച്ച് നേരെ ലാവയിലേക്ക് കയറി പോവോ? അങ്ങനെ പോയിക്കുന്നതല്ലായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്കിത് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡോർ എസ്കേപ്പ് ആയിട്ട് നോക്കാം. ഇത് താഴൊക്കെ ലാവ വന്നു ഇനി എങ്ങനെ കാർ എന്താണ്?
ഇത് താഴൊക്കെ ലാവോ ഇനി എങ്ങനെ കാർ എന്താണ് അളിയാ ഡേയ് അടി ഇവന്മാരെന്നെ തമാശയാക്കണ ഡേയ് ഐ ആം ബഹുത്ത് ബഡ പ്രോ പ്ലെയർ വെറുതെ എന്നോട് കളിക്കണ്ട എടാ എന്നെ ഔട്ടാക്കിയടവന്മാര് ഒരു കാരണമില്ലാണ്ട്. ഓക്കെ ഗൈസ് നമ്മുടെ സെല്ലക്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓക്കെ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ പാനോട്ട്. പണ്ടാരക്കാരത്തെ എൻ്റെ മോത്തെല്ലാം ചോരനെ കൊണ്ട് കുളിപ്പിച്ച് എന്ത് കിളവിയാണിത്. എല്ലാവരും നമ്മള് അമ്മച്ചി അല്ലല്ലോ തല്ലിയത്. അല്ല നമ്മൾ നേരെ പോയിട്ട് ലാവിയിൽ വീണതാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്ന് ഇവിടെയൊക്കെ ലാവി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ലാവില്ല. വാട്ട് ഈസ് ഹാപ്പൻഡ് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ദിസ് ഈസ് മെഡിക്കൽ മിറാക്കൽ. അതല്ല കേട്ടോ